ആരടാ ഈ കാട്ടിനകത്ത് ഏറ്റിയും കൊണ്ടുവച്ചിരിക്കുന്നത്? നീ അനുഭവിക്കണം. നീ പെണ്ണ് കാണാൻ പോയതിൻ്റെ അന്നും കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേണ് ബ്രോക്കർ കാശ് എനിക്ക് നീ തരണം. ഇന്ന് രാവിലെ കാലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് പൈസ തരണമെന്ന് നീ എനിക്ക് തന്നില്ല. ഇനി നീ എനിക്ക് ബ്രോക്കർ പൈസ തരാതെ ആദ്യ രാത്രി ആഘോഷിക്കണം. എനിക്കൊന്ന് കാണണം. മാമ ഞാൻ എന്തൊരു തെറ്റ് ചെയ്തു മാമ. അവര് കാശായിട്ട് തന്നില്ലല്ലോ, എന്റെ അക്കൗണ്ടിലല്ലേ ഇട്ട് തന്നത് പൈസ. എങ്കിൽ ഇതിന്ന് എടുത്ത് താടാ പൈസ. മാമ ഒരു കാര്യം മനസ്സിലാക്കാൻ അറിയാമോ? എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളു, എന്റെ മനസ്സിന്റെ പെണ്ണിനോട് ആ മണിയറയിലാണ്. തിരിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലടാ. നിന്റെ ശരീരം അവിടെ മനസ്സ് ഇവിടെ ആയിരുന്നെങ്കിൽ തന്നെ. ആദ്യം പൈസ എടുത്ത് തരാൻ നോക്കണ ഇറക്കാം. എനിക്ക് ഇതിനകത്ത് കാർഡിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞൂടാ. ഇതിൽ പൈസ എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. ഇതിനകത്ത് കാർഡിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞൂടാത്ത നിനക്ക് കല്യാണം കഴിക്കാൻ എന്തൊരു വെപ്രാളമായിരുന്നടാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഇതിനകത്ത് കാർഡിൽ പൈസ എടുക്കാൻ അറിയാം. ഇതെടുക്കാൻ നിനക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്നെ മോശമാണ് അനിയാ. എന്നിട്ട് മാമൻ അറിഞ്ഞൂടല്ലേ? ഞാൻ ചെറുപ്പല്ലേ. ആരെടുത്ത് പറയും? ആരെങ്കിലും വന്നെങ്കിൽ ഒന്ന് ചോദിക്കാം. ഹലോ, ഡോക്ടർ ടോണി അല്ലേ? ടോണി, നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, വീട്ടിലൊരു പട്ടിയുണ്ടേ. ഈ ചൂലിപ്പട്ടിയുടെ നമ്മുടെ വായിലുള്ള മുഴുവൻ പല്ലും നമ്മൾ സ്വർണം വെച്ച് പൂശുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, പണത്തിന്റെ കുങ്കു കൊണ്ടല്ല. ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്വർണ്ണക്കടിയല്ലേ കിട്ടിയത്, പേ വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഒരു സഹായം ചെയ്യുമോ? ഞാനിവിടുത്തെ ഒരു പരസഹായാണ്, പറഞ്ഞോളൂ. എന്താ ഈ പാതിരാത്രി ഇങ്ങനെ? നമ്മള് കല്യാണം കഴിഞ്ഞു വന്നതാ. ഈ സർക്കാർ പല നിയമവും പാസ്സാക്കും. നമുക്കൊരു മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനല്ലേ? നീ ഈ ചെറുക്കനെ വിളിച്ചോണ്ട് എന്തോ പരിപാടി കാണിക്കുന്നത്? അതെ, നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറാൻ വന്നതാ. ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പൊളയാൻ വന്നു. അപ്പൊക്കോണം രണ്ടെണ്ണം. ഞാൻ പറയാം. എന്താ സംഭവം? ഈ അവനെ ഇതിനകത്ത് കാത്തിട്ട് പൈസ എടുക്കാൻ അറിഞ്ഞു. ഇത് ആരാണ് സംഭവം? ഇതിന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മണവാളൻ. നിങ്ങള്? ഞാൻ ബ്രോക്കറാണ്, അപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടാനുണ്ട്. അതിനു വേണ്ടിയാ ഒന്ന് പറയണ്ടേ എന്റെ അടുത്ത് ഇത്? ശരി, കാറ്റ് തരൂ. ഡാൻസ് ഇന്ന് ഈ പുള്ളിയുടെ എന്തോ ആയിരുന്നു രാവിലെ എന്ന് പറഞ്ഞത്? കല്യാണം. എന്തിനാണോ എന്തോ ഭഗവാനേ. അതെ, ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുതെന്നാണ്. നടക്കട്ടെ. ശരിയാക്കട്ടെ. പാസ്വേഡ് എത്രയാണോ? നമ്പർ ഉണ്ടോ? രഹസ്യ നമ്പർ? 1451. പിന്നെ താലികെട്ട് എവിടെ വെച്ചായിരുന്നു? കഴുത്തിൽ വെച്ചായിരുന്നു. നിന്റെ കോമഡി ഏറ്റെന്ന് തോന്നണം കേട്ടോ. കാർഡും പൈസയും സ്റ്റക്കായി. ഒരു കാര്യം ചെയ്യാം, 24 മണിക്കൂർ ഇവിടെ നിൽക്ക്. ടെക്നീഷ്യൻ വന്ന് ക്ലിയർ ആക്കും. ഷൂട്ട് കഴിഞ്ഞാൽ കൊച്ചു വന്ന് ഇവിടെ ശരിയാക്കോ? ആര്? ഞാനേ സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അതെ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. നിങ്ങളല്ലേ ഈ ഫ്രിഡ്ജിനകത്തിരുന്ന ടിവിക്കകത്തുനിന്ന് പൈസ എടുക്കാൻ പോയത്? ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടിവിന്ന് പൈസ എടുത്ത് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ടിവിന്ന് പൈസ എടുത്ത് തരാൻ ഇത് ഏത് കാലഘട്ടം എന്റെ ഭഗവാൻ? ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന വാള് ഏത് കളരിൽ നിന്ന് എടുത്തേണ്? ആരെങ്കിലും ചോദിച്ചു വന്നാ ഞാൻ ഉത്തരവാദിത്തം പറയത്തില്ല. ഞാൻ അങ്ങനെ പോവല്ലേ? മുതലാളിക്ക് എന്നെ അറിഞ്ഞൂടെ? ഇല്ല. ആരാ നീ? ഞാൻ കൊച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? മുതലാളിയുടെ അച്ഛനാ എന്നെ വളച്ചത്. വളച്ചതാ? അല്ല, വളർത്തിയത്. നിങ്ങളെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോംബെ കുടുംബമായിരുന്നു. നിങ്ങളെ വീട്ടിലെ TV പീസറുണ്ടായിരുന്നുള്ളൂ. അതുണ്ടായിരുന്നു. നമ്മൾ അവിടെയുള്ള എല്ലാരും ആ വീട്ടിലാണ് വന്ന് TV കാണുന്നത്. അതെ അതെ. ചക്ക സീസൺ ആവുമ്പോ ഈ ബോംബെ കുടുംബം എല്ലാം കൂടെ നമ്മളെ വീടിന്റെ പ്ലാവിന്റെ മുട്ടി വരും. എന്നിട്ട് ചക്കയിൽ കിടന്ന് പിടി, ചമണി കിടന്ന് പിടി. എത്ര ചക്കക്കൊതി ഉണ്ടോ അങ്ങോട്ട്? അതാ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ അവിടെയെങ്കിലും അല്ലല്ലോ താമസം. ഇപ്പൊ എവിടെയാ താമസം? ഞാൻ എണ്ണ കമ്പനി അവിടെ ഒരു ഒറ്റത്തടി പാലമില്ലേ? എണ്ണ കമ്പനി ഒറ്റത്തടി പാലം നരകത്തിലാ വീട്. അതല്ല, ആ പാലത്തിന്റെ അപ്പുറത്ത് 3ാമത്തെ വീടാണ് എന്റേത്. പാലത്തിന്റെ അപ്പുറത്ത് 3ാമത്തെ വീടെന്ന് പറയുമ്പോ നമ്മുടെ പാക്ക് മറ്റേ വെറ്റേരി വെച്ച് ചുണ്ണാമ്പം തേച്ച് ചവയ്ക്കുന്നതല്ലേ? അതല്ല, പാക്ക് ശശിയുടെ മകനാണോ? അതൊക്കെ പണ്ട്. അതെന്താ ഇപ്പൊ പാക്ക് വളർന്ന് അടയ്ക്കാൻ പറ്റുവാ? എന്റെ അച്ഛനാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരുടെ അച്ഛനെ അറിയാൻ നാട്ടുകാരെ മുഴുവൻ പരസഹായം ചെയ്യുന്ന ഒരാളാ ഞാൻ. ഞാൻ ശാസ്താംകോട്ട. രാവിലെ എണീക്കണം, തുളസിയിലായിട്ട് ആവി പിടിച്ചാ മാറും. എന്തോന്ന്?
ശ്വാസം മുട്ട്. ശാസ്താംകോട്ടയിലാണ് എന്റെ വീടെന്ന്. ഓ, ശാസ്താംകോട്ടയിലാണ് വീട്. നിങ്ങളെ അച്ഛനെ എനിക്കറിയാം. എന്റെ അച്ഛനെ അറിയാൻ ഒരു വഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളെ അച്ഛൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം. നിങ്ങളടുത്ത് ചോദിച്ചാ പറയാലോ നിങ്ങളെ അച്ഛൻ ആരാന്ന് എന്റെ അടുത്ത്. അത് പറയും. പറയില്ലേ? പിന്നെ ഞാൻ പറയും നിങ്ങളെ അച്ഛൻ ആരാന്ന്. പക്ഷെ എനിക്ക് ഇയാളെ അച്ഛൻ അറിഞ്ഞൂടാ. എനിക്ക് ഇയാളെ അച്ഛൻ അറിഞ്ഞൂടാ. എടാ, നിനക്കൊരു അച്ഛൻ ഇല്ലടാ, പാക്ക് ശശി. പിന്നെന്തിനാ വല്ലവന്റെ അച്ഛൻ നീ കയറി പിടിക്കുന്നത്? പക്ഷെ നിങ്ങളെ അച്ഛനെ എനിക്ക് അറിഞ്ഞൂടല്ലോ. എന്റെ അച്ഛനെ ഞാൻ ആർക്കും കൊടുക്കൂല. എന്റെ അമ്മയ്ക്ക് വേണം എന്റെ അച്ഛന്. ആരുടെ ഇത്? അച്ഛൻ സീസണാ. പിന്നെ എന്തു ചെയ്യുന്നു? ഞാനോ? ഞാന് രാവിലെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബിരിയാണി എടുത്ത് കഴിച്ചിട്ട് ഒരു കോല് വെച്ച് പല്ലി കുത്തി ഉച്ച വരെ ഇരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ചാരുകസാരയിൽ ഇങ്ങനെ ചരിഞ്ഞു കിടന്നോണ്ട് കോട്ടുവാടി. ഇങ്ങനെ 2 പരിപാടി ഇപ്പൊ ഉള്ളത്. ഇതൊക്കെ ഒരു ജോലിയാണോ? പണത്തിന്റെ കുന്തളിപ്പ്. പിന്നെ Rega, rega, maga, maga, maga,